നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് നേരെ എരിവും മധുരവും ഒക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കുടിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. അതിന് വേണ്ടി ഞാനിതാ ഒരു ബത്തക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് യെല്ലോ കളറിലുള്ള ബത്തക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ച ബത്തക്ക പീസ് ഒരു മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ജ്യൂസിന് ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ കുറച്ച് പുതിനൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഒരു പീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മധുരത്തിന് കൂടെ നേരിയ എരിവും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസാണ്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിതാ ഒരു ഗ്ലാസ്ക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. അതേപോലെ തന്നെ ഇരുന്നിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവും മധുരവും കൂടെ കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. നോമ്പ് തുറക്കുമ്പോഴും അതേപോലെ തന്നെ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാനും കൂടെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. അതേപോലെ തന്നെ ഇന്നത്തെ ഈ വെറൈറ്റി ഡ്രിങ്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തണേ.